ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രഹങ്ങളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് വേണ്ടി നമ്മുടെ വീട്ടിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് സ്ത്രീകൾ ഈ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉറപ്പായിട്ടും വർദ്ധിക്കുന്നതാണ്. വീട്ടിൽ ധനാഭിവൃദ്ധിയൊക്കെ കൂടുതലായിട്ടുണ്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ രോഗദുരിതങ്ങളൊക്കെ നമ്മളെ വിട്ട് പോകുന്നതാണ്. അതിന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ നമ്മളുടെ വീട്ടിൽ നിന്ന് കഴിവതും മറ്റു വീടുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, കഴിവതും. പിന്നെ നമുക്ക് അർജൻ്റ് ഒരു കാര്യമുണ്ട് എങ്കിൽ പോയെങ്കിലേ പറ്റൂ, അതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം പോകാൻ നോക്കുക. വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ നിന്ന് സ്ത്രീജനങ്ങൾ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് മറ്റ് വീടുകളിലോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു വീടുകളിൽ പോകാം, പക്ഷേ പോയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തിരിച്ചു പോരണം. അന്തി ഉറങ്ങരുത്, അതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മൾ സ്വർണം, അതുപോലുള്ള ആഭരണങ്ങൾ, അതുപോലെ പൈസയൊക്കെ കടം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കഴിവതും ധനപരമായ ഇടപാടുകളെല്ലാം ഇല്ലാതാക്കുക, അതായത് വേണ്ടാന്ന് വെക്കുക ആ ദിവസം, വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ. അതും നമുക്ക് ധനനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ധന അഭിവൃദ്ധിക്ക് അത് തടസ്സമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ സ്ത്രീകൾ കഴിവതും കാലിൽ സ്വർണ്ണ പാദസരങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. അത് കാര്യമെന്ന് വെച്ചാൽ, സ്വർണ്ണമെന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. ആ ലക്ഷ്മി ദേവിയാണ് നമ്മളെടുത്ത് കാലിൽ പല അഴുക്കും പൊടിയും ഒക്കെ പുരളുന്നതാണ് നമ്മുടെ കാലെന്ന് പറയുന്നത്. അപ്പോൾ കാലിൽ കഴിവതും ഒഴിവാക്കാൻ നോക്കുക. കാലിൽ പിന്നെ അത്ര നിർബന്ധമുള്ളൊരു വെള്ളിയിൽ കൊലുസുകൾ ധരിക്കുന്നത് നല്ലതായിരിക്കും, അത് ഏറ്റവും ഉത്തമവുമാണ്. പക്ഷേ സ്വർണ്ണത്തിലുള്ള ആഭരണങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് കൃത്യമായിട്ട് വിളക്ക് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പ്രഭാതത്തിലും രാവിലെ ഒക്കുമെങ്കിൽ കുളിച്ചിട്ട് തന്നെ വന്ന് വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സന്ധ്യാസമയങ്ങളിൽ ചില വീടുകളിൽ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവരായാലും ചിലപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നത് കാണാം. ആ ഫുഡ് കഴിപ്പ് ഒഴിവാക്കുക. അതായത് സന്ധ്യാവേളയിൽ നമ്മൾ കഴിവതും ഫുഡ് കഴിക്കരുത്. ആ സമയമെന്ന് പറയുന്നത് നമുക്ക് ദൈവവുമായിട്ട് ഇടപെടേണ്ട, അതായത് സന്ധ്യാസമയമെന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയമാണ്. അപ്പം ദൈവീയ ചൈതന്യം കൂടുതലാണ്. അതോടൊപ്പം തന്നെ പറയുന്ന ആ സമയമെന്ന് പറയുന്നത്, ആ ടൈമെന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ അല്പം മാലിന്യങ്ങൾ കൂടുതലുമായിരിക്കും. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഭക്തിയും ജപമൊക്കെ കൂടുതലായിട്ട് വേണ്ടുന്നത്. അപ്പോൾ ആ ഒരു വിഷമയത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടുന്നതിന് വേണ്ടി. അപ്പം അതുകൊണ്ടാണ് കൃത്യം സന്ധ്യാസമയത്ത് മെയിനായിട്ട് ഫുഡ് കഴിക്കുക. അങ്ങനെയും നമുക്ക് ആഹാരത്തിലും ആ വിഷാംശം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയും നമുക്ക് അസുഖങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥനയും ജപവും ചെയ്യാൻ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക. അതുപോലെ മുതിർന്നവരും ആ കറക്റ്റ് ടൈമിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീടുകളിൽ തൂത്ത് വരുന്നത്, അതായത് നമ്മുടെ ചിലന്തി വലയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അടിക്കുന്നത് വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. വ്യാഴാഴ്ച ദിവസം ചെയ്യാം തൂക്കലും തൊടപ്പും മറ്റു കാര്യങ്ങളെല്ലാം കുഴപ്പമില്ല. ഈ തൂക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ചിലന്തി വല അതുപോലുള്ള സാധനങ്ങളൊക്കെ അടിക്കുന്നത് വെള്ളി ചൊവ്വ ദിവസങ്ങൾ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെ അരി ഒരിക്കലും കുറയാതെ നമ്മൾ ശ്രദ്ധിക്കണം. അരി വെക്കുന്ന പാത്രം എപ്പോഴും നിറഞ്ഞിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായിട്ട് നമ്മൾ ഇപ്പം വലിയ പാത്രങ്ങളിൽ നിറച്ച് വെക്കുന്നതിന് പകരം ചെറിയൊരു പാത്രത്തിലൂടെ നിറച്ച് വെച്ചിരിക്കുക. അരി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ എപ്പോഴും വീട്ടിൽ സ്റ്റോർ ചെയ്ത് തന്നെ വെക്കണം. അതിന് മുട്ട് വരാൻ പാടില്ല. അതായത് അത് ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ വീട്ടിൽ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ സ്ത്രീജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റ് തരത്തിലുള്ള, അതായത് കുഞ്ഞുങ്ങൾക്ക്
ആയാലും ഒരു കൃത്യനിഷ്ഠയോടെ കൃത്യമായിട്ട് തന്നെ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടതാണ്. അതായത് പ്രാർത്ഥനകളൊക്കെ മുതിർന്നവർ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾക്കത് കൂടുതൽ പ്രാർത്ഥനയും കാര്യങ്ങളിലുമൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ആവുന്നതും അങ്ങനെ പുതിയൊരു തലമുറയെ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ഉത്തരവാദിത്വവും വീട്ടിലെ സ്ത്രീകൾക്കാണ്. അപ്പം അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സകല ഐശ്വര്യങ്ങളും ഭഗവാൻ കൊണ്ട് തരുന്നതാണ്. ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.